ഞാൻ ഡോക്ടർ പ്രകാശ്. നിങ്ങൾക്ക് താരൻ്റെ ശല്യമുണ്ടോ? ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുടിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് കാണാനിടയായ നിരവധി പേര് എന്നെ നേരിൽ വിളിക്കുകയും കമൻറ്റിലൂടെയും ഒക്കെ ആയിട്ട് ആവശ്യപ്പെട്ട കാര്യം ഈ താരൻ എന്താ പ്രതിവിധി എന്നുള്ളതാണ്. അപ്പോൾ അജോയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ താരന് ഒരു പരിഹാരം നമ്മൾ കാണേണ്ടതുണ്ട്. സാധാരണയായിട്ട് തലയിൽ, താടിയിൽ, മറ്റ് രോമം വളരുന്ന ഭാഗങ്ങളിലൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ താരൻ എന്നുള്ളത്. അതത്ര വലിയ കുഴപ്പമൊന്നുമല്ല എന്നാണ് മിക്കവാറും പേര് ധരിച്ചു വച്ചിരിക്കുന്നത്. തലയിൽ ചൊറിച്ചിലുണ്ടാക്കുകയും ഈ നിർജീവമായ ഈ തൊലി പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതാണ് താരനിൽ സംഭവിക്കുന്നത്. അത് പലവിധ കാരണങ്ങളെ കൊണ്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു തരം ഡെർമറ്റൈറ്റിസ് ആണ് താരൻ എന്നാണ് ആധുനിക ശാസ്ത്രം അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലരും പലതരം കാരണങ്ങളാണ് ഇതിന് പറയുന്നത്. മലസീസിയ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് പോലുള്ള ഫംഗസാണ് താരൻ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതല്ല, എണ്ണമയം കുറഞ്ഞതിൻ്റെ പേരിൽ തലയിലുള്ള തൊലി കുറേശ്ശെ പൊടിഞ്ഞു പോകുന്നതാണ് താരൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇതുമല്ല, എണ്ണമയം തലയിൽ കൂടുന്നത് കൊണ്ട് ചില ഫംഗസുകൾ തലയിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് താരൻ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ഇതെല്ലാം മാറ്റിക്കളഞ്ഞാലും വേറെ ചില അഭിപ്രായം കൂടിയുണ്ട്. സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി തലയിൽ ചെയ്യുന്ന, മുടിയിൽ ചെയ്യുന്ന ചില പ്രയോഗങ്ങൾക്കെതിരെ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരസുഖമാണ് താരൻ എന്ന് പറയുന്നവരുമുണ്ട്. ഇപ്പറഞ്ഞതൊന്നും കൂടാതെ എക്സിമ, സോറിയാസിസ് ഇവ ബാധിച്ച് ഒരു തരം പൊറ്റ പോലെ തലയിൽ നിന്നും മുടി കടയോടുകൂടി പറഞ്ഞു പോകുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ താരൻ്റെ വിവിധങ്ങളായ കാരണങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ ഒക്കെ ചർച്ച ചെയ്യേണ്ടായി. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതിലൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ഈ താരൻ മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇത്തരം രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള നിരവധി പേരെ കാണുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടുള്ള ചേറ്റിപ്പറമ്പിൽ ആയുർപ്രൊഡക്ട്സ് നിർദ്ദേശിക്കുന്ന ഒരു ഔഷധമാണ് സോമരാജി തൈലം. ഈ തൈലം തലയിൽ പുരട്ടി 45 മിനിറ്റുകൾക്ക് ശേഷം താളി ഉപയോഗിച്ച് കുളിക്കുക. സോപ്പ് ഉപയോഗിക്കരുത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത താരനാണെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് അത് മാറും. ഇനി താരൻ മാത്രമല്ല, സോറിയാസിസോ എക്സിമോ പോലെയുള്ള അവസ്ഥയിൽ ശരീരത്തിൽ കാണുന്ന തടിപ്പുകളിൽ ഈ തൈലം വളരെ ഗുണപ്രദമാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. താരനുള്ളവർ സോമരാജി തൈലം ഉപയോഗിച്ച് അത് മാറിയതിന് ശേഷം അജോയിൽ ഉപയോഗിക്കുക. അജോയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ മാറുകയും പുതിയ മുടി കിളിർത്ത് വരികയും നല്ല അഴകുള്ള മുടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ കാര്യം മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തത് കാണൂ. താരനായാലും മുടി കൊഴിച്ചിലായാലും മുടി വളർച്ചയെ സംബന്ധിക്കുന്ന ഏതൊരു പ്രശ്നമായാലും നിങ്ങൾക്ക് എന്നെ നേരിൽ ബന്ധപ്പെടാവുന്നതാണ്.